ഹംദ തരീം എന്ന എമിറാത്തി പെൺകുട്ടി, പ്രായം വെറും 24 വയസ്സ് മാത്രം. അവൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവൾ എന്തായിരുന്നു എന്നറിയുന്നവർക്ക് അതുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. ഹംദ തരീം ഇന്ന് UAE-യുടെ നോവാണ്. എമിറാത്തി ഡ്രാഗ് റേസിംഗ് കമ്മ്യൂണിറ്റിയിലെ അറിയപ്പെടുന്ന അംഗമായ ഹംദ ഏവരെയും ദുഃഖത്തിലാഴ്ത്തി 2 ദിവസം മുമ്പാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതെങ്കിലും അവർ തുടങ്ങിവെച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ് ഷാർജ സർക്കാർ. ഈ മാസം 27-നാണ് 24 വയസ്സുകാരിയായ ഹംദ അന്തരിച്ചത്. ദി ഫാസ്റ്റസ്റ്റ് എന്ന നെറ്റ്ഫ്ലിക്സ് ഷോയിലൂടെ പ്രശസ്തയായ ഇവർക്ക് അധികം ആരും അറിയാത്ത മറ്റൊരു വശം കൂടിയുണ്ട്, ഒരു മനുഷ്യസ്നേഹിയുടെ. അവരുടെ വിയോഗത്തോടെ തുടങ്ങിവെച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഫൗണ്ടേഷൻ പ്രൊജക്റ്റുകളും ഉപേക്ഷിക്കപ്പെടുമോ എന്നതായിരുന്നു പരിചയമുള്ളവരുടെയൊക്കെ ആശങ്ക. ഉഗാണ്ട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹംദയുടെ പദ്ധതികൾ പൂർത്തിയാക്കാൻ ഷാർജ ചാരിറ്റബിൾ സൊസൈറ്റി മുഖേന സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി 10 ലക്ഷം ദിർഹമാണ് അനുവദിച്ചത്. ഇതോടൊപ്പം ഹംദയുടെ പിതാവ് തരീം മദർ തരീത്തിനും കുടുംബാംഗങ്ങൾക്കും ഭരണാധികാരി അനുശോചനവും അറിയിച്ചു. ഹംദ ഫൗണ്ടേഷൻ ഫോർ ചാരിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിലൂടെ വിവിധ ജീവകാരുണ്യ പദ്ധതികൾക്ക് തുടക്കമിട്ട ഉഗാണ്ടയിലെ അറിയപ്പെടുന്ന മനുഷ്യസ്നേഹിയായിരുന്നു ഹംദ. 2022 മാർച്ചിൽ എമിറേറ്റ്സ് കസ്റ്റം ഷോ എക്സിബിഷനിൽ ഉഗാണ്ടയിലെ മസ്ക മേഖലയിലെ ഒരു വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനായി ഹംദ വൊക്കേഷണൽ ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ഒരു പുതിയ പ്രൊജക്ട് പ്രഖ്യാപിച്ചു. അനാഥരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പ്രൊഫഷണൽ വിദ്യാഭ്യാസ പരിശീലനം നൽകാനും തൊഴിൽ വിപണിക്ക് ആവശ്യമായ വൈദഗ്ധ്യം നൽകാനും ഈ സ്ഥാപനം ലക്ഷ്യം വച്ചു. പ്രൊജക്റ്റിൽ നിന്നുള്ള എല്ലാ വരുമാനവും ഫൗണ്ടേഷൻ സ്പോൺസർ ചെയ്യുന്ന മാനുഷികവും ജീവകാരുണ്യവുമായ പ്രൊജക്റ്റുകളിലേക്കാണ് എത്തിച്ചേർന്നത്. അനാഥർക്കായുള്ള തരീം സ്കൂൾ പദ്ധതിയുടെ തുടർച്ചയായ ഈ സ്ഥാപനം ഫൗണ്ടേഷൻ മുൻപ് പൂർത്തിയാക്കിയ ഒട്ടേറെ മാനുഷിക പദ്ധതികളുടെ ഭാഗമായിരുന്നു. അനാഥർക്കായുള്ള പദ്ധതി എല്ലാ തലങ്ങളിലുമുള്ള 350ഓളം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം, 8 ലക്ഷം ദിർഹം ചെലവ് വരുന്ന ഒരു നഗരത്തിനായുള്ള ഒരു ലാഭേച്ഛയുമില്ലാത്ത ഒരു ആശുപത്രി പദ്ധതി, ഇതൊക്കെ ഫൗണ്ടേഷൻ പൂർത്തിയാക്കി. 2020 നവംബർ 11-ന് പ്രവർത്തനം ആരംഭിച്ച ആശുപത്രി 3 ലക്ഷം രോഗികളെ സൗജന്യമായി ചികിത്സിക്കുകയും 5000ഓളം സ്ത്രീകളുടെ പ്രസവങ്ങൾ നടത്തുകയും താൻ നിർമ്മിച്ച സ്കൂളിൽ അനാഥ കുട്ടികളടക്കം യൂണിഫോം ഇട്ട് പോകുന്നത് കണ്ടും ഹംദ ഒരുപാട് ആഹ്ലാദം പ്രകടിപ്പിച്ചിരുന്നു. ഒടുവിൽ അവരെല്ലാം കരയിപ്പിച്ചാണ് ഹംദ ഇപ്പോൾ വിട പറയുന്നത്. മനുഷ്യ സ്നേഹി എന്ന നിലയിൽ സ്മരിക്കപ്പെടുന്ന ഹംദയ്ക്ക് സോഷ്യൽ മീഡിയകളിൽ ആദരാഞ്ജലികൾ പ്രവഹിക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വലിയ പദ്ധതികൾ ഹംദ സ്വപ്നം കണ്ടിരുന്നു. 10 വ്യത്യസ്ത രാജ്യങ്ങളിലായി 10 ആശുപത്രികൾ നിർമ്മിക്കാൻ അവൾ ആഗ്രഹിച്ചു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ താൻ തുടങ്ങിവെച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊന്നും അതിന് ബാധിക്കപ്പെടാതെ തുടരുന്ന തരത്തിലാണ് ഹംദ എല്ലാം ആസൂത്രണം ചെയ്തതുപോലും. ഹംദ ചെറുപ്പമായിരുന്നു, വളരെ മിടുക്കിയായിരുന്നു, അതിലുപരി അവളൊരു നല്ല മനുഷ്യസ്നേഹിയായിരുന്നു.